ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള സുവിശേഷ ഭാഗത്തിലെ 3 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ദൈവത്തോടുള്ള ഐക്യം. യേശു സ്വയമേവ ഒന്നും പ്രവർത്തിക്കുന്നില്ല, മറിച്ച് പിതാവ് ചെയ്യുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് വെളിപ്പെടുത്തുന്നു. യേശുവിനെ പോലെ പിതാവിൻ്റെ ഇഷ്ടം മാത്രം ആഗ്രഹിക്കുന്നവരായി, പ്രവർത്തിക്കുന്നവരായി, ജീവിക്കുന്നവരായി നമുക്ക് മാറാം. രണ്ടാമതായി, ജീവിതവും പുനരുദ്ധാനവും. ശാരീരികമായ മരണം മാത്രമല്ല, ആത്മീയമായ മരവിപ്പിൽ നിന്നും പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും നമ്മെ ജീവനിലേക്ക് നയിക്കാൻ യേശുവിൻ്റെ വചനത്തിന് കഴിയും. ഈ തപസ് കാലത്ത് പാപത്തിൽ മരിച്ച അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപാവരത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കാൻ യേശുവിൻ്റെ ശബ്ദം ഹൃദയത്തിൽ ശ്രവിക്കാൻ നമുക്ക് തയ്യാറാകാം. മൂന്നാമതായി, വിധിയും കാരുണ്യവും. ദൈവം നമ്മെ സ്നേഹത്താലാണ് വിധിക്കുന്നത്. ആ സ്നേഹത്തെ സ്വീകരിക്കുന്നവർക്ക് ഭയപ്പെടേണ്ടതില്ല, മറിച്ച് അവൻ്റെ കാരുണ്യത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി.